പ്രസവിച്ചയുടനെ ചോരക്കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്ന ശേഷം വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ട സംഭവത്തിൽ അവിവാഹിതയായ യുവതിയെ വെച്ചുച്ചിറ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വെച്ചുച്ചിറ പരുവ താന്നിക്കൽ വീട്ടിൽ 25 വയസ്സ് പ്രായമുള്ള സന്ധ്യയാണ് പോലീസ് കസ്റ്റഡിയിലായത്. ഓഗസ്റ്റ് 31 ചതയദിനത്തിൽ പകലൊന്നരയോടെ സന്ധ്യ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയായിരുന്നു. തുടർന്ന് രാത്രി മാതാവ് രാധാമണിയുടെ സഹായത്തോടെ തുണികൊണ്ട് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്ന ശേഷം വീട്ടുമുറ്റത്ത് കുഴിച്ചിടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അവിഹിത പ്രസവം ഒളിപ്പിച്ചു വയ്ക്കാനാണ് താൻ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന് സന്ധ്യ പോലീസിനോട് പറഞ്ഞു. പ്രസവിച്ച ശേഷം കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന് സംശയം തോന്നിയ നാട്ടുകാർ നടത്തിയ രഹസ്യ അന്വേഷണമാണ് കൊലപാതകത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷം വിവരം പുറംലോകത്തെത്തിയത്. തുടർന്ന് പഞ്ചായത്ത് മെമ്പറുടെ സഹായത്തോടെ നാട്ടുകാർ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. വടശ്ശേരിക്കര സർക്കിൾ ഇൻസ്പെക്ടർ VR രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സന്ധ്യയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് നാടിനെ നടുക്കിയ ദാരുണ ദുരന്തം പുറംലോകമറിയുന്നത്. ഇന്ന് രാവിലെ നൂറുകണക്കിന് നാട്ടുകാരാണ് സംഭവം അറിഞ്ഞ് സന്ധ്യയുടെ വീട്ടിലെത്തിച്ചേർന്നത്. ഇൻക്വസ്റ്റ് നടപടിക്കായി എത്തിയ പോലീസ് സംഘം വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ടുന്ന കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കി. സംഭവത്തിൽ കൊലപാതക പ്രേരണാ കുറ്റം ചുമത്തി സന്ധ്യയുടെ മാതാവ് രാധാമണിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് പ്ലാങ്കമൺ സ്വദേശി യുവാവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. റാന്നി തഹസിൽദാർ P അജന്തകുമാരി സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടിക്ക് നേതൃത്വം നൽകി. വെച്ചുച്ചിറ സബ് ഇൻസ്പെക്ടർ R സുരേന്ദ്രൻ ഉൾപ്പെട്ട പോലീസ് സംഘം സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി. സിറ്റി ന്യൂസ് വെച്ചുച്ചിറ.